ആളില്ലാ യുദ്ധവിമാനങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ ആളില്ലാ കപ്പലുകൾ? അത്തരത്തില് നിർമ്മിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. അതിന്റെ നിർമ്മാണം ഓൾറെഡി ആരംഭിച്ചിരിക്കുന്നു. കുറെയൊക്കെ ഇന്ത്യയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്താണ് ഈ ആളില്ലാ യുദ്ധക്കപ്പലുകൾ? ഈ വ്യോമയുദ്ധത്തെ എങ്ങനെയാണ് ആളില്ലാ യുദ്ധവിമാനങ്ങൾ അഥവാ ആംഡ് ഡ്രോൺസ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ, അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ കടൽ യുദ്ധത്തെ നിർണായകമാകാൻ പോകുന്നത് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ആളില്ലാ യുദ്ധക്കപ്പലുകളാണ്. ഇത് ഡ്രോണുകളെ പോലെ തന്നെ ആയുധം ഘടിപ്പിച്ചിട്ടുള്ള, നിരീക്ഷണ ക്യാമറകളുള്ള, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി ശത്രു യാനങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന, ഒരു മനുഷ്യന്റെ പോലും സാന്നിധ്യം അതിൽ ആവശ്യമില്ലാതെ കൺട്രോൾ റൂമിലോ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഷിപ്പിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന യാനങ്ങളാണ്, വെസൽസ് ആണ് ഈ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റ്. അത് വളരെ വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറു കപ്പലുകളുമാണ്. ഇത്തരം കപ്പലുകളുടെ ഒരു വ്യൂഹം എത്ര എണ്ണമാണെന്ന് കൃത്യമായിട്ട് നാവികസേന പുറത്തുവിട്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാവികസേനയുടെ ഭാഗമായി അത് വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ രഹസ്യമല്ല താനും മാധ്യമങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവിട്ട ഡീറ്റെയിൽസ് പ്രകാരം ഈ ഇത്തരം ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകളിലെ 12.7 മില്ലിമീറ്റർ ഗണ്ണുകൾ ഉണ്ടാവും, ആർട്ടിലറി ഗണ്ണ്, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, പിന്നെ അതുപോലെ ലോയിറ്ററിങ് മ്യൂണിഷൻ എന്ന് പറയുന്ന കാമിക്കാസെ ഡ്രോണുകൾ. ഇങ്ങനെ 3 തരത്തിലുള്ള ആയുധങ്ങളാണ് ഇതിൽ മുഖ്യമായിട്ടുള്ളത്. ഇത് കരയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കാനും, ശത്രു കപ്പലുകളെ ആക്രമിക്കാനും, അതുപോലെ നിരീക്ഷണം നടത്താനും, ശത്രുവിൻ്റെ കേന്ദ്രങ്ങളിൽ പോയി നിരീക്ഷണം നടത്താനും, ഇനി അഥവാ ഒരു ശത്രുവിൻ്റെ ആക്രമണത്തിൽ ഇവ തകർന്നു പോയാൽ തന്നെ ഒട്ടും ഒരു അല്പം പോലും മനുഷ്യ ശേഷി നഷ്ടമുണ്ടാകാതെ ഇരിക്കാനും നമ്മളെ സഹായിക്കുന്ന വാഹനങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇത് സ്വന്തമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയാണ്, അതായത് സാഗർ ഡിഫൻസ് എന്ന ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഈ വാഹനങ്ങൾ, അതായത് ഈ യാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ ഉള്ളൂ. അവർ തന്നെ ഇതൊന്നും യുദ്ധങ്ങളിലൊന്നും ഇതുവരെ കൃത്യമായിട്ട് പ്രയോഗിച്ചിട്ടില്ല. US-നുണ്ട്, ചൈനയ്ക്കുണ്ട്, റഷ്യയ്ക്കുണ്ട്, അതുപോലെ ടർക്കിക്കുമുണ്ട്. ഇതാണ് ഇപ്പോഴേ. പിന്നെ യുക്രൈന് ഇത്തരം ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഇത്തരം ഒരു ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റ് ഉപയോഗിച്ച് റഷ്യയുടെ ഒരു കപ്പലിനെ ആക്രമിച്ച് തകർക്കാൻ യുക്രൈന് സാധിച്ചിട്ടുണ്ട്. അത് ഉത്തര കൊറിയയിലേക്ക് ചില ജെറ്റ് എഞ്ചിനുകളിലുമായിട്ട് പോയ, അല്ലെങ്കിൽ അത് അന്തർവാഹിനികളുടെ എഞ്ചിനുകളുമായിട്ട് പോയ, അന്തർവാഹിനികളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും എഞ്ചിനുകളുമായിട്ട് പോയ, റഷ്യയിൽ നിന്ന് പോയ ഒരു കപ്പലിനെ ആക്രമിച്ച് തകർക്കാനായിട്ട് യുക്രൈന് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം ഒരു ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റ് ഉപയോഗിച്ച്. അത് യുക്രൈൻ നിർമ്മിച്ചതല്ല, അത് അമേരിക്ക യുക്രൈന് സപ്ലൈ ചെയ്തതാണ്. എന്തായാലും ശരി, ഇതായിരിക്കാം ഒരുപക്ഷെ ചരിത്രത്തിൽ FIC ഉപയോഗിച്ച് ആദ്യമായിട്ട് കടലിൽ നടക്കുന്ന ആക്രമണം. അപ്പൊ ഈ സാഗർ ഇൻഡസ്ട്രീസിന്റെ ഒരു ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റ് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഗുജറാത്തിന്റെ തീരത്ത് നിന്ന് ആണെന്ന് തോന്നുന്നു തുടങ്ങിയത്. സൂറത്തിന്റെയൊക്കെ എവിടെയോ തീരത്ത് നിന്ന് തുടങ്ങി. അത് വളരെ വിജയകരമായിട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തൂടെ കറങ്ങി ആ യാനം വിശാഖപട്ടണം ഡോക്കിൽ എത്തിച്ചേർന്നു. അത് വലിയൊരു നേട്ടമാണ്. ഇതിൽ സാറ്റലൈറ്റ് വഴി ഇതിനെ നിയന്ത്രിക്കാൻ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത്. ഇതിന് ഒരേ സമയം സ്വന്തമായിട്ടും ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആക്റ്റീവ് റഡാർ ഹോമിംഗ് മിസൈലുകളെ പോലെ തന്നെ ചില സമയങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയും. അതായത് ഇപ്പോൾ ഉപഗ്രഹത്തിൽ നിന്നുള്ള നിർദ്ദേശ ലിങ്കുകൾ തകർക്കപ്പെട്ടാൽ ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന റഡാറിൽ വിവരങ്ങൾ ഉപയോഗിച്ച് ഇതിൻ്റെ റഡാർ കൊണ്ട് തന്നെ ശത്രു കപ്പലുകളെ ആണെങ്കിലും ലക്ഷ്യസ്ഥാനങ്ങളെ ആണെങ്കിലും തിരിച്ചറിഞ്ഞ് അതിനെ ആക്രമിക്കാനുള്ള ശേഷിയും ഈ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ
ക്രാഫ്റ്റുകൾക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, വലിയ പിന്നെ സംരക്ഷണമുള്ള അല്ലെങ്കിൽ നിരവധി സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കപ്പലിന് പോയിട്ട് നിരീക്ഷണം നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ ഇത്തരം ഒരു ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ വേഗത്തിൽ അവിടെ പോയിട്ട് നിരീക്ഷണം നടത്താനും അവിടെ നിന്നുള്ള തന്ത്രപ്രധാനമായ ഫോട്ടോകളും വീഡിയോകളും എല്ലാം ശേഖരിച്ചുകൊണ്ട് വരാനും ഇതിന് പറ്റും. മാത്രമല്ല, ഇതിന് ഓൺബോർഡിൽ ഇതിൽ ഉള്ള ഡ്രോണുകൾ, ആ ഡ്രോണുകൾ ഇതൊരു ഡ്രോൺ കാരിയർ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. ഇതിൽ നിന്നും പറന്നുയരുന്ന ഡ്രോണുകൾ പിന്നെ ലക്ഷ്യസ്ഥാനത്ത് പോയി ഇടിച്ചിറങ്ങി അവയെ തകർക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊരു എങ്ങനെയാണ് ഒരു മിനിയേച്ചർ വിമാനവാഹിനി കപ്പൽ പോലെ തന്നെ ചില സമയങ്ങളിൽ ഇത് പ്രവർത്തിക്കാം. ഇതൊക്കെ വലിയൊരു നേട്ടമാണ്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ മറ്റൊരു രാജ്യത്തിൻ്റെ ടെക്നോളജി നമ്മൾ ഇക്കാര്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അഭിമാനകരമാണ്. ഇതിപ്പോൾ GPS ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നാവിക്ക് സിസ്റ്റം ഉപയോഗിക്കാം. അങ്ങനെ വിവിധ തരത്തിലുള്ള സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റംസ് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കപ്പലാണിത്. അത് മാത്രവുമല്ല, ഈ സ്വാം ബോട്ടുകൾ എന്ന ഒരു സംഘം ബോട്ടുകളുണ്ട്. അത്തരം ബോട്ടുകൾ ചെറിയ ചെറിയ പിന്നെ ബോട്ടുകളാണ്. അവ ഒരു വിമാനവാഹിനി കപ്പലിന് നേർക്കൊക്കെ വരികയാണെങ്കിൽ ഇത്തരം ഈ പറയുന്ന FIC ക്രാഫ്റ്റുകൾ അവയ്ക്ക് സ്വന്തമായിട്ട് പോയിട്ട് ഈ ബോട്ടുകളെ നശിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മേന്മ കൂടി ഇതുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഡിസ്ട്രോയറുകളുടെയും ഫ്രിഗേറ്റുകളുടെയും ഒപ്പം ഇത്തരം ആളില്ലാ കപ്പലുകളും ഉണ്ടാകും. ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റിനോടൊപ്പമായിരിക്കും നമ്മുടെ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റും നമ്മുടെ വിമാനവാഹിനി കപ്പലും ഒക്കെ നീങ്ങുന്നത്. അതായത് ഒരേ സമയം ആക്രമണത്തിനുള്ള ഒരു ആയുധമായിട്ടും മറ്റൊരു പിന്നെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ക്രിട്ടിക്കൽ അസറ്റുകളെ ശക്തമായിട്ട് പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമായിട്ടും ഈ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ പ്രയോജനപ്പെടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് തീർച്ചയായിട്ടും നമ്മുടെ നാവികസേനയുടെ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന് പറയുന്ന, അതായത് ഇപ്പോഴുള്ള ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പിന്നെ നമ്മുടെ ശക്തി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കാൻ ഈ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾക്ക് വലിയ ഒരു റോൾ ഇനി വരുന്ന യുദ്ധങ്ങളിൽ വഹിക്കാനുണ്ടാകും. പ്രത്യേകിച്ച് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ വിമാനവാഹിനി കപ്പലുകളുടെയും ഡിസ്ട്രോയറുകളുടെയും ഒക്കെ എണ്ണം വളരെയധികം വർദ്ധിപ്പിക്കുമ്പോൾ അതിന് അത്രയ്ക്കൊന്നും വർദ്ധിപ്പിക്കാനുള്ള ഒരു അത്ര വലിയൊരു ഉൽപാദന ശേഷിയോ സമ്പദ്ഘടനയോ നമുക്കില്ല തൽക്കാലം. പക്ഷെ ഇതുപോലുള്ള തന്ത്രപ്രധാനമായ തീരുമാനങ്ങളിലൂടെയും നീക്കങ്ങളിലൂടെയും ചൈനയെയും അമേരിക്കയും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു വലിയ ഒരു പ്രോ ആക്റ്റീവ് സ്റ്റെപ്പാണ്. സാധാരണ ഇന്ത്യ പലപ്പോഴും മറ്റ് രാജ്യങ്ങൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ പ്രായോഗികമാക്കി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യക്ക് ഇത്തരം ഒരു സംവിധാനം നിലവിൽ വരുന്നത്. പക്ഷെ ഇത് വളരെ നിശബ്ദമായിട്ട് ഇത് പ്രവർത്തിച്ചു, ഇത് നിർമ്മിച്ചു. മാത്രമല്ല, ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഇത്തരം ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെന്നുള്ളത് അങ്ങേയറ്റ അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രതിരോധ മേഖലയിൽ നമ്മുടെ സ്വകാര്യ കമ്പനികളുടെ വർദ്ധിച്ചു വരുന്ന ഒരു റോള് പിന്നെ അതുപോലെ തന്നെ അവരുടെ വർദ്ധിച്ചു വരുന്ന സാങ്കേതികമാണെങ്കിലും ഉൽപാദന മേഖലയിലെ ആണെങ്കിലും അവരുടെ മികവ്, ഇതൊക്കെയാണ് ഈ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റ് കൊണ്ടുള്ള മെച്ചം. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.